സമയം ഒരുപാടായി, നമുക്കങ്ങ് പോയാലേ. പെണ്ണുണ്ടായിട്ട് ഒരുമാതിരി അഹങ്കാരം പറയരുത്. നിന്റെ കൂടെ ഞങ്ങളിവിടെ വന്നിരിക്കുന്ന ഞങ്ങൾക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടാ? പെണ്ണില്ലാഞ്ഞിട്ടാ? ഈ കാത്തു നിൽക്കുന്നതിന്റെ സുഖം ഞങ്ങളും കൂടെ ഒക്കെ ഒന്ന് അനുഭവിക്കട്ടെ എന്ന് കരുതിയിട്ടാ. നിങ്ങൾ വിചാരിക്കുന്ന പോലൊരു സുഖമൊന്നും ഇല്ല ഇതിന്. എന്റെ പൊന്നടി, ഇവന് അഹങ്കാരമാണ്. നമുക്കൊക്കെ പെണ്ണുണ്ടായിരുന്ന കൊണ്ടല്ല, എന്താടാ കൊണ്ടുപോയാൻ എന്റെ അമ്മയുടെ മരുമോളായിട്ട്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്തുവാ? നിന്റെ ഇപ്പൊ ഒരു കൊതു വന്നിരുന്നാ നീ എന്തോ ചെയ്യും? ആ ഇങ്ങനെ ചെയ്യും. അവളെന്തോ ചെയ്യുന്നറിയോ? ഓ കൊതു, ഓ ലുക്ക് കൊതു, ചോര കുടിക്കണ കൊതു. അവിടെ ഇപ്പൊ ചാടേണ്ട കാര്യം തോന്നുന്നു. കാത്തു നിന്ന് വിഷമിച്ചോ നീ? ഇല്ല, കാല് കഴിച്ച്. സോറി മിക്കി, സോറി. Oh, nice shirt. Is it from Sarah? ആരാ? സാറ അറിയില്ല? എനിക്കങ്ങനെ പെമ്പിള്ളേരെയൊന്നും അറിയില്ല. അയ്യോ, it's a clothing brand. ഓ, നന്നായി ചേരുന്നുണ്ട് ഈ ഷർട്ട്. ഇട്ടോണ്ട് വരണ്ടായിരുന്നു. ഊരിട്ടില്ല. ഇത് നോക്കട്ടെ. എന്തു പറ്റി? ഷർട്ടല്ലേ ഇത്? പോട്ട്. ഇത്രയും നല്ല കൊച്ചിനെ പറ്റിയാണോടാ നീ അവരാധം പറഞ്ഞത്? മിക്കി, ബാ നമുക്ക് അങ്ങോട്ടേക്ക് സംസാരിക്കാം. ഇവിടെ നിന്ന് സംസാരിച്ചാ മതി. ചുമ്മാ പോയി അവിടെ സംസാരിക്കണം. കോളിംഗ് ബെല്ലല്ല. ഇവിടെ ബോട്ടിംഗ് ഉണ്ടോ? നീന്താ അറിയാവോ? ഇല്ല, ഐ ഡോണ്ട് നോ. എനിക്ക് തെള്ളിയെങ്കിലും ഇടായിരുന്നു. ഞാൻ വെറുതെ പറഞ്ഞേ. അല്ല, അല്ലെങ്കിൽ നിനക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. ആ ചെറുക്ക അവളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട് കേട്ടോ. നിന്നില്ല. സന്തോഷം. ടി വി ആയിരുന്നെങ്കിൽ ഓഫെങ്കിലും ചെയ്യായിരുന്നു. അവൻ എന്നോട് ഒരു ഇഷ്ടവും ഇല്ല. അവനിപ്പോ പഴയതുപോലെ എന്നോട് മിണ്ടാറ് പോലും ഇല്ല. ഞാൻ എന്തു ചെയ്തിട്ടാ പറ? മോളുടെ പ്രണയ ജീവിതം സക്സസ് ആവാൻ അണ്ണ ഒരു വഴി പറയട്ടെ. എന്താ? എന്താ മാറ്റിട്ട് എന്താ എവിടാ മാറ്റിയിട്ട് എവിടാ. ചിലപ്പോ അവ ഒന്ന് സംസാരിക്കും. അതെന്താ അച്ഛൻ കൊഞ്ചിച്ചാ വളർത്തിയ? അല്ല, പഴുത്ത പത്തല് വെട്ടി ആദ്യം അങ്ങേരെ അടിക്കണം. ഇവന്റെ അച്ഛനെ ചീത്ത പറഞ്ഞു. ഇവന്റെ അച്ഛനെ ചീത്ത പറഞ്ഞു. അവന്റെ അച്ഛൻ ചീത്ത പറഞ്ഞു. ഒന്നുമില്ല. ഇതാ കൊണ്ടുവരും. ഞാൻ നിന്നെ അറിയാണ്ട് തെറ്റിദ്ധരിച്ചു പോടാ. കൊഞ്ചിച്ചോ. എന്ത് ഷർട്ടിന്റെ കളർ പോയാ? ഇപ്പൊ പോവും. ഹാൻഡിൽ വിത്ത് കയറേ. എന്ത് അവ അച്ഛനെ ചീത്ത പറഞ്ഞു. കരച്ചിലെടുത്തി അച്ഛനെ കൊഞ്ചിച്ച് വളർത്തിയോണ്ടല്ലേ. പിന്നെ ഞങ്ങളുടെ ഒക്കെ അച്ഛന്മാരെ ഞങ്ങളെ വഞ്ചിച്ചാ വളർത്തിയത്. ഇനി ഞാൻ മിണ്ടാതെ നിന്നോളാം. ആ പോട്ട്, സാരമില്ല. വാർക്കായിരുന്നു മതി. എങ്ങനെ പറ്റുന്നത്?